So last day we will be discussing about the types of advertisement. അതിനകത്ത് നമ്മൾ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിരുന്നു അല്ലേ. അതിൽ എന്താണ് പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ 3 ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സും പറഞ്ഞു. ഇൻഫർമേറ്റീവ് അഡ്വർടൈസ്മെൻറ്റ്സ്, പെർസ്വേസീവ് അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് റിമൈൻഡർ അഡ്വർടൈസ്മെൻറ്റ്. ഇൻഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാവാം. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്. ചില അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ പ്രൈസാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇത്രയും പ്രൈസ് ഓഫ് ഉണ്ട്, കുറച്ച് നാളത്തേക്കുള്ള ഓഫറാണ് എന്നെല്ലാം പറയുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റ് ഇപ്പം തന്നെ വാങ്ങാൻ നമ്മളെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ റിമൈൻഡർ പോലെ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് റിമൈൻഡർ അഡ്വർടൈസ്മെൻറ്റ്സും പറയും. ഇതെല്ലാം നമ്മൾ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. So today we are moving on to the second category of advertising, that is based on the area of operation. Based on area of operation നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റിനെ അഡ്വർടൈസ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത് അതിനെ ബേസ് ചെയ്ത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് 3 രീതി അഡ്വർടൈസ്മെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ്, നാഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ഗ്ലോബൽ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ലോക്കൽ, നാഷണൽ ആൻഡ് ഗ്ലോബൽ. അപ്പോൾ ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോക്കലായിട്ടുള്ള ലൊക്കേഷൻസ് അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ലൊക്കേഷൻസിലേക്ക് മാത്രം കൊടുക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും ചെറിയ മാർക്കറ്റിംഗ് ഫേംസ് ലൈക്ക് ഇപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന അച്ചാർ കമ്പനികൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാർക്കറ്റിംഗ് ഫേംസ് എല്ലാം അവർ അഡ്വർടൈസ് ചെയ്യുന്ന ഇങ്ങനെ ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വരികയാണ്, സോ ദാറ്റ് any notice regarding the supermarket will be given along with newspapers അല്ലേ. ചിലപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ നമ്മൾക്ക് വീടുകളിൽ കിട്ടാറുണ്ടാവും. അപ്പോൾ അടുത്തുള്ള ഒരു ലൊക്കാലിറ്റിയിലേക്ക് ഒരു ലൊക്കാലിറ്റി ബേസ് നടത്തുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയും. സോ ദിസ് ഇസ് എ ഫസ്റ്റ് കാറ്റഗറി ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ദാറ്റ് ഈസ് ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ്. സെക്കൻഡ് ടൈപ്പ് ഇസ് നാഷണൽ അഡ്വർടൈസ്മെൻറ്റ്. നാഷണൽ എന്ന് പറയുമ്പോൾ ഒരു നേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന അഡ്വർടൈസ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കോൾഗേറ്റ്, പെപ്സിഡർ അങ്ങനെയുള്ള ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഒരു കമ്പനിയാണ്. സോ ഇന്ത്യൻ കമ്പനി വിൽ ബി പബ്ലിഷിംഗ് വിച്ച് ഇസ് എ ഗ്രേറ്റ്, നമ്മുടെ സാധാരണ ഒരു ലൊക്കാലിറ്റി ബേസ് അല്ലാതെ കുറച്ചുകൂടെ വലിയ ഒരു കമ്പനിയാണെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയയിൽ മാത്രം ആയിരിക്കത്തില്ല അല്ലേ. ഇപ്പം ഗുജറാത്തിൽ ബേസ് ചെയ്തൊരു കമ്പനി ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വരെ അതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കമ്പനികൾ നാഷണൽ അഡ്വർടൈസിങ് ആയിരിക്കും ചെയ്യുന്നത്. ടി വിയിലൂടെയും അല്ലാതെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൂടെ തന്നെ ആയിരിക്കും അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിനെയാണ് നമ്മൾ നാഷണൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ടൈപ്പ് ഇസ് ഗ്ലോബൽ അഡ്വർടൈസ്മെൻറ്റ്. മൂന്നാമത്തെ ടൈപ്പാണ് ഗ്ലോബൽ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഓൾ റൗണ്ട് ദ ഗ്ലോബ് മൂവ് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഗ്ലോബൽ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിൽ അതിലെല്ലാം കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം എനിക്കും അതുപോലെ ഫോറിൻ കൺട്രിയിലിരിക്കുന്ന ഒരാൾക്കും ഒരേ ടൈമിലാണ് ഒരേ അഡ്വർടൈസ്മെൻറ്റ് ചെല്ലുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളത് ഗ്ലോബലി മൂവ് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ these are the types of advertisement based on the area of operation. First, local advertisement, national advertisement and global advertisement. So this is the second classification. Third classification is based on the target market. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടും അഡ്വർടൈസ്മെൻറ്റ് ടൈപ്പ് വരാറുണ്ട്. അതിലെ ഫസ്റ്റ് ആണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. കൺസ്യൂമർ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്, പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ്, ആരിലേക്കാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് എത്തിക്കേണ്ടത്, ആരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിനെയാണ് ഇവിടെ ബേസ്ഡ് ഓൺ ടാർഗറ്റ് മാർക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആണ് പ്രൊഡക്റ്റ്, കൺസ്യൂമർ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം, അതിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു കൺസ്യൂമർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ബുക്സ്, പെൻ ഓർ എനി ഫുഡ്, ക്ലോത്ത്സ്, ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആസ് എ കൺസ്യൂമർ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഒരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഗുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിമെൻറ്റ് ഓർ എനി അതർ പ്രൊഡക്ട്സ് വിച്ച് ആർ യൂസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അയൺ, സിമെൻറ്റ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് എല്ലാം എന്താ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ ജാം, ജെല്ലി എല്ലാം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ലൈക്ക് ചില ഫ്രൂട്ട്സ് എല്ലാം ജാമും ജെല്ലിയൊക്കെ ആക്കി മാറ്റി നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു കേസിലുള്ളത് ആ ഒരു റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് അല്ല, ദേ ആർ യൂസ്ഡ് ബൈ സം അതർ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. അവരാണ് അത് പ്രോസസ്സ് ചെയ്ത് പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പം ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളെല്ലാവരും ടി വിയിൽ കാണുന്ന ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ്, ഒരു
ജാം ജെല്ലിയുടെയൊക്കെ ഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കാണുക, ഒരു ജ്യൂസ്, സ്ക്വാഷ്, എന്തിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണെങ്കിൽ അതാണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. ഇനി ഒരു സിമെൻറ്റ് ഫാക്ടറിയുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുവാണ്, അതെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റാണ്. സ്റ്റീലൊന്നും ആസ് എ കൺസ്യൂമർ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറൊക്കെ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. തേർഡ് കാറ്റഗറി ഈസ് ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്. മൂന്നാമത്തെയാണ് ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്. ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള, ഒരു ബിസിനസ് എന്ന മൈൻഡ് വെച്ച് മാത്രമുള്ള അഡ്വർടൈസ്മെൻറ്റ്, അതിനെ നമ്മൾ ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയും. ഇപ്പം ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള ഏതെങ്കിലും ഷോപ്പിംഗ് സൈറ്റ്സ് വേറെ കമ്പനികളെ അവരിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ, അവർ സെല് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ കുറേ പ്രൊഡക്റ്റ് ആസ് എ കൺസ്യൂമർ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ്സിലേക്ക് പ്രൊഡക്ട്സ് എത്തിക്കണ്ടേ, എത്തിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് കുറേ കമ്പനികൾ വരും. ചില ഫുഡ് പ്രൊഡക്ട്സ് കമ്പനികളുടെ സെയിൽ അവിടെ നടക്കുന്നുണ്ടാവും, സ്റ്റേഷനറി ഉണ്ടാവും, ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോരോ കമ്പനികൾ ഇവരെ വന്ന് മീറ്റ് ചെയ്ത് അവരോട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. ദെൻ പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ്. പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ പെട്ടിരിക്കുന്ന ഒരാൾക്കാർക്ക് വേണ്ടി നമ്മൾ ചില അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ടി വിയിലൊക്കെ കാണാൻ പറ്റും ഫാമയുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്. മീൻസ് ഇപ്പോൾ സിപ്ല അതുപോലെയുള്ള മെഡിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ്സ്. ഈ മെഡിക്കൽ പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ആസ് എ കൺസ്യൂമർ നമുക്ക് ഒരു യൂസും ഇല്ല അല്ലേ. നമ്മൾ ഏത് അല്ലെങ്കിൽ സിപ്ല ഉണ്ടാക്കിയ പാരസെറ്റമോളാണോ, അത് ആരുടെ പ്രൊഡക്റ്റ് ആണെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഡോക്ടേഴ്സ് അത് നോക്കുന്നതായിരിക്കും. അങ്ങനെ ഡോക്ടേഴ്സ്, ലോയേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഇവരെയെല്ലാം ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സിനെയാണ് നമ്മൾ പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷനിൽ പെട്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഫിനാൻഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്. അതിൽ ലാസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റിലെ ലാസ്റ്റ് കാറ്റഗറിയാണ് ഫിനാൻഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ്. ചില ബാങ്കുകളുടെയൊക്കെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോർഗേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ based on the target market ആണ് പറഞ്ഞത്. കൺസ്യൂമർ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, ഹിയർ വി ആർ സെല്ലിംഗ് ദ കൺസ്യൂമർ പ്രൊഡക്റ്റ്. അപ്പോൾ കൺസ്യൂമർ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ്. സെക്കൻഡ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ലൈക്ക് സിമെൻറ്റ്, അയൺ, അതിൻ്റെ സെയിലിന് വേണ്ടി നടത്തുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. തേർഡ് ഇസ് ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്. ഒരു ട്രേഡിന് വേണ്ടി, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് ട്രേഡ് അഡ്വർടൈസ്മെൻറ്റ്. ദെൻ പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ്. ഒരു പ്രൊഫഷനിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, ഡോക്ടേഴ്സിന്, എഞ്ചിനീയേഴ്സിന്, ലോയേഴ്സിന്, അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ്. അവരെ അട്രാക്ട് ചെയ്യാനാണ്, അവരാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എങ്കിൽ അതിന് ചെയ്യുന്നത് this professional advertisement. And the last one, financial advertisement. Financial advertisement എന്ന് പറയുമ്പോൾ എന്താ, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാം എന്ന കൺസെപ്റ്റിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്, അതാണ് ഫിനാൻഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടാർഗറ്റ് മാർക്കറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബേസ്ഡ് ഓൺ ദ മീഡിയ. നമ്മൾ ഏത് മീഡിയ ഉപയോഗിച്ചിട്ടാണോ അഡ്വർടൈസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഫസ്റ്റ് വൺ ആണ് ഓഡിയോ അഡ്വർടൈസ്മെൻറ്റ്. ജസ്റ്റ് ഒരു സംസാരത്തിലൂടെ, ഇപ്പം നമ്മൾ റേഡിയോയിലോ അല്ലെങ്കിൽ FM-ലെല്ലാം കേൾക്കുന്നത് ഓഡിയോ അഡ്വർടൈസ്മെൻറ്റ്സാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഒരു മൈക്കിലൂടെ പറഞ്ഞു പോകുന്ന ലൗഡ് സ്പീക്കേഴ്സിൽ വെച്ച് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്. സച്ച് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ കോൾഡ് ഓഡിയോ അഡ്വർടൈസ്മെൻറ്റ്സ്. സെക്കൻഡ് ഇസ് വിഷ്വൽ അഡ്വർടൈസ്മെൻറ്റ്സ്. നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന, അല്ലാതെ ഇപ്പം ബിൽ ബോർഡ്സിലെല്ലാം കാണാം, റോഡ് സൈഡിലെല്ലാം വെച്ചിരിക്കുന്നത്, അതിൽ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് വി ആർ സീയിങ് ദ അഡ്വർടൈസ്മെൻറ്റ് ബൈ അവർ ഐസ്. നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന, നമ്മളുടെ കാഴ്ചയിലൂടെ തരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് വിഷ്വൽ അഡ്വർടൈസ്മെൻറ്റ്സ്. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഓഡിയോ വിഷ്വൽ അഡ്വർടൈസ്മെൻറ്റ്സ്. ഓഡിയോ വിഷ്വൽ എന്ന് പറയുമ്പോൾ TV എന്ന കൺസെപ്റ്റിൽ, TVയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ് അതിലൂടെ എല്ലാം കാണുന്ന ചില ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും വീഡിയോ എന്ന ഫോമിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് സൗണ്ടും ഉണ്ടാവും, വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടാവും, എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ടാവും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെന്താണെന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ട് മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, ഓഡിയോ ആസ് വെൽ ആസ് വിഷ്വൽ. സോ ഇറ്റ് ഇസ് ഓഡിയോ വിഷ്വൽ അഡ്വർടൈസ്മെൻറ്റ്. ആൻഡ് ദ ഫോർത്ത് കാറ്റഗറി ഈസ് ദ പ്രിൻറ്റ് ഓർ റിട്ടൺ അഡ്വർടൈസ്മെൻറ്റ്. നാലാമത്തെയാണ് പ്രിൻ്റ് അല്ലെങ്കിൽ റിട്ടൺ അഡ്വർടൈസ്മെൻറ്റ്. പ്രിൻ്റ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റഡ് ഫോമിൽ കിട്ടുന്നത്, ഇതിപ്പോൾ ന്യൂസ് പേപ്പറിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രോഷേഴ്സിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, നിങ്ങളുടെ മാഗസീൻസിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, അതാണ് പ്രിൻറ്റഡ് ഓർ റിട്ടൺ അഡ്വർടൈസ്മെൻറ്റ്സ്. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മീഡിയ. ഏത് മീഡിയ ഉപയോഗിച്ചാണോ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുക ഓഡിയോ,
advertisement, visual advertisement, audio visual advertisement, and print or written advertisement. So these are the 4 classification of advertisement: audio visual and print or written advertisement. And some other forms. ഇപ്പം നമ്മൾ പറഞ്ഞ മേജർ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനിയുള്ള കുറച്ച് അധികമാണ്. ഫസ്റ്റ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇപ്പം റോഡ് സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ബിൽ ബോർഡ്സിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്. പുറത്താണ് കാണപ്പെടുന്നത്. ദെൻ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഒരു പേരാണ് കോവേർട്ട് ഓർ ഹിഡൻ അഡ്വർടൈസ്മെൻറ്റ്. ഹിഡൻ ആയിട്ടുള്ള ചില അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ അത് പറയുന്നില്ല, പക്ഷേ കാണിക്കുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, അതാണ് കോവേർട്ട് ഓർ ഹിഡൻ അഡ്വർടൈസ്മെൻറ്റ്. തേർഡ്, സറഗേറ്റ് ഓർ ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്. ചിലത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ടി വിയിൽ ഒരു ഫിലിമിനകത്ത് കാണിക്കുന്ന പലതും നമ്മളെ അതിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിനെയാണ് സറഗേറ്റ് ഓർ ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ടി വിയിൽ കാണുന്നുണ്ടാവാം പല ടൈമിലും ഒരു പാർട്ടി ടൈമിൽ എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒരു ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സാണ്. ഇപ്പോൾ ഡ്രിങ്ക് ചെയ്താന്ന് കാണിക്കുന്നൊന്നുമില്ല, ബട്ട് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ ഹു ആർ വാച്ചിങ്. ആ ഒരു ടൈം അങ്ങനെയാണ്, പാർട്ടി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സ് ആണ് എന്ന രീതിയിലൊരു ഇമേജ് തരുന്നില്ലേ? അങ്ങനെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ഡയറക്ട്ലി ഗിവിങ് അബൌട്ട് ദ ടെലിങ് അബൌട്ട് ദ അഡ്വർടൈസ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ ഓർ ഇറ്റ് ഈസ് സറഗേറ്റ്. ഈ കവേർട്ട് അല്ലെങ്കിൽ ഹിഡനിൽ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മുടെ ഒരു ഫിലിം ആക്ടേഴ്സ് വേണ്ട, നമ്മുടെ ക്രിക്കറ്റേഴ്സൊക്കെ അവരുടെ ടീഷർട്ട്സിൽ അവർ സ്പോൺസേർഡ് ആയിരിക്കും അല്ലേ, സ്പോൺസേർഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. അത് നമ്മൾ കാണുമ്പോൾ ബൈജൂസ് ആണ്, അപ്പം ബൈജൂസിൻ്റെ ഒരു പരസ്യമാണ് അതിലൂടെ നടക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെലിബ്രിറ്റി അഡ്വർടൈസ്മെൻറ്റ്. നിങ്ങൾ ടി വിയിലൊക്കെ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്, ഒരു സെലിബ്രിറ്റി ആ പ്രൊഡക്റ്റിനെ പറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഇപ്പം ലൈക്ക് ബൂസ്റ്റ് അതുപോലെയുള്ള പരസ്യങ്ങൾക്ക് ധോണി, സച്ചിൻ അവരെല്ലാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി എല്ലാം ചെയ്യുമ്പോൾ ആ ഒരു സെലിബ്രിറ്റിയാണ് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അംബാസിഡർ ആവുന്നത്, അവരാണ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആകുന്നത്. അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സിനെ നമ്മൾ സെലിബ്രിറ്റി അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയും. ചില പ്രൊഡക്റ്റ് നമ്മൾ അവരെ കാണുമ്പോൾ ആ പ്രൊഡക്റ്റ് ഓർമ്മ വരും, ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ അവരെ ഓർമ്മ വരുന്ന രീതിയിൽ ഒരു സെലിബ്രിറ്റിയാണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് സെലിബ്രിറ്റി അഡ്വർടൈസ്മെൻറ്റ്സ്. ഓക്കെ, സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ അതർ ദാൻ ദ അതേഴ്സ്. ബാക്കിയുള്ളതിനേക്കാളും വ്യത്യസ്തമായി വന്ന കുറച്ച് ടേംസ് ആണ്. നിങ്ങൾ ഇതിനകത്ത് കോവേർട്ടും സറഗേറ്റ് എന്താണെന്ന് പഠിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാലും നിങ്ങൾ അറിയേണ്ട ബാക്കിയുള്ള ടേംസ് എല്ലാം നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കോവേർട്ട്, സറഗേറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് പഠിക്കുക. So today we have discussed what are the types of advertisement. First, based on the product. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സിൽ ഇൻഫോർമേറ്റീവ് അഡ്വർടൈസ്മെൻറ്റ്, പെർസ്വേസീവ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റിമൈൻഡർ അഡ്വർടൈസ്മെൻറ്റ്. ദെൻ ബേസ്ഡ് ഓൺ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ, ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ്, നാഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ഗ്ലോബൽ അഡ്വർടൈസ്മെൻറ്റ്. Third, based on the target market, consumer product advertisement, industrial product advertisement, trade advertisement, professional advertisement and financial advertisement. And based on the media, audio visual and written or printed advertisement. And the last classification other than these classifications: outdoor advertisement, covert or hidden advertisement, surrogate or indirect advertisement, celebrity advertisement. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ടൈപ്പ്. സോ എന്താണ് പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബേസ്ഡ് ഓൺ മീഡിയ, ബേസ്ഡ് ഓൺ ടാർഗറ്റ് മാർക്കറ്റ്, ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ, ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് അതർ ഫോംസ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ അഡ്വർടൈസ്മെൻറ്റ്, പ്രൊമോഷൻ മിക്സിലെ അഡ്വർടൈസ്മെൻറ്റ് എന്ന കൺസെപ്റ്റ് പറഞ്ഞു, അതിൻ്റെ ഫോംസും ടൈപ്സും എല്ലാം പറഞ്ഞു. ഇനി ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ആർക്കൊക്കെ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മെറിറ്റ് ഓഫ് ഡൂയിങ് അഡ്വർടൈസ്മെൻറ്റ് ടു എ മാനുഫാക്ചർ എന്തെല്ലാം യൂസാണ് ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ കിട്ടുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്. ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാസ് ആൾക്കാരിലേക്ക് ഇൻഫോർമൽ പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയാസ് ആണ് ടു എ മാസ് പോപ്പുലേഷൻ. അപ്പോൾ കുറേ ആൾക്കാരിലേക്ക് ഒരേ സമയത്ത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയാലും അത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കസ്റ്റമേഴ്സിനെ ഒറ്റ സമയത്ത് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ചിലപ്പോൾ അവർ വാങ്ങാം. അതിന് വേണ്ടി നമുക്കൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു അവസരമായിരിക്കും ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം അല്ലേ, കൂടുതൽ ആൾക്കാർ ഒരേ സമയത്ത് തന്നെ ആ പ്രൊഡക്റ്റ് അറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കൊണ്ടുവരിക, അതിനനുസരിച്ച് മാർക്കറ്റിംഗ് കൊണ്ടുവരാനും പറ്റും ആസ് എൻ കേസ് ഓഫ് എ പ്രൊഡ്യൂസർ ഓർ എ മാനുഫാക്ചറർ.
സെക്കൻഡ് വൺ ഇസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയത്തില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനെ അറിയിക്കണമെങ്കിൽ നമ്മൾ അവരെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ അവരിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനും ദിസ് അഡ്വർടൈസ്മെൻറ്റ് വിൽ ഹെൽപ്പ്. നമ്മൾ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റിൽ ഇൻഫർമേഷൻ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് പറഞ്ഞിരുന്നു. അപ്പോൾ ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റിൻ്റെ ടൈമിലും ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ്, ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ ഡിമാൻഡ്. ഇല്ലാത്തൊരു ഡിമാൻഡ്, ഇതുവരെ ആ പ്രൊഡക്റ്റിന് അത്ര ഡിമാൻഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടായിരിക്കാം കസ്റ്റമേഴ്സ് വാങ്ങണം എന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഇപ്പോൾ സാനിറ്റൈസർ എന്ന പ്രൊഡക്റ്റിന് ഇത്രയും പ്രാബല്യം ഇപ്പോൾ വന്നത് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ. അതിന് മുമ്പും സാനിറ്റൈസർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ഡിമാൻഡ് വന്നു. ബിക്കോസ് ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സും അതിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ന്യൂ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അഡ്വർടൈസ്മെൻറ്റ് ഒരു പ്രൊഡ്യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ ഇറ്റ്സ് ഇറ്റ് ബിൽഡ്സ് ദ ബ്രാൻഡ് ഇമേജ്. ബ്രാൻഡ് ഇമേജ് ആണ്. ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ബ്രാൻഡ് അറിയാം. ഇപ്പോൾ ഷൂസ് എല്ലാം കേൾക്കുമ്പോൾ നൈക്ക്, അഡിഡാസ് ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് കേട്ടാൽ തന്നെ അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ കമ്പനീനെയും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡിന് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഒരു നിറയെ പരസ്യമുള്ള സെലിബ്രിറ്റിയൊക്കെ വെച്ച് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ വി ആർ ഓട്ടോമാറ്റിക്കലി നോയിങ് ദാറ്റ് കമ്പനി ആസ് എ ബ്രാൻഡഡ് കമ്പനി അല്ലേ. അഡ്വർടൈസ്മെൻറ്റ്സിന് ഇപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിലും അതേ രീതിയിലുള്ള ഭയങ്കര ഹൈഫൈ അഡ്വർടൈസിങ് ഒക്കെ ആണെങ്കിൽ വി വിൽ ബി ഹാവിങ് ആൻ ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് ഇസ് എ ഗുഡ് ബ്രാൻഡ്. അങ്ങനെ ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ആദ്യത്തെ പോയിൻ്റായിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിങ്ങിന് അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അനുസരിച്ച് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ് കുറച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും ദിസ് അഡ്വർടൈസ്മെൻറ്റ് വിൽ ഹെൽപ്പ് ബിക്കോസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ദെൻ ഫേസിങ് കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീറ്ററിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ പോലെ തന്നെ വേറെയും കമ്പനികൾ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോൾ ചിലപ്പോൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നവരെ ഷിഫ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാം. അങ്ങനെ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പറ്റീഷന് ഒരു തടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യാം. ആൻഡ് ആസ് സെഡ് ഇൻ ദ ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ ഗുഡ് വില്ലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ എ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഒരു മാനുഫാക്ചറിന് എന്തെല്ലാം മെറിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, ക്രിയേറ്റ്സ് ന്യൂ ഡിമാൻഡ്, ബിൽഡ്സ് ബ്രാൻഡ് ഇമേജ്, reduces the cost of production, facing competition as well as goodwill building. ഇനി ഒരു മിഡിൽമെൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഒരു പ്രൊഡ്യൂസറിനും കൺസ്യൂമറിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ആൾക്കാരും, അവരെ നമ്മൾ മിഡിൽമെൻ എന്ന് പറയുന്നത്. അവരിലൂടെയാണ് ഗുഡ്സ് പാസ് ചെയ്ത് കൺസ്യൂമറിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെല്ലാം യൂസ് ആണ്? ദ ഫസ്റ്റ് വൺ ഇസ് ഈസി സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെയാണ് ഒരു പ്രൊഡ്യൂസറിനെ. അപ്പം ഒരു പ്രൊഡ്യൂസർ തന്നെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് ആ കമ്പനിയുടെ പ്രൊഡക്ട്സ് എങ്കിൽ ഒരിക്കലും ഹോൾസെയിലറോ റീറ്റെയിലറോ ആ പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്താണെന്നോ ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഇത്രയും ഗുണങ്ങളുണ്ടെന്നോ ഒന്നും കൺസ്യൂമേഴ്സിനെ അറിയിച്ചു കൊടുക്കേണ്ട. ബിക്കോസ് ദേ ഓട്ടോമാറ്റിക്കലി നോ ത്രൂ ദ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ സെയിൽ കുറച്ചുകൂടെ സിംപ്ലർ ആവും. സെയിൽ പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റും. അതാണ് ഈസി സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ക്യാൻ ബി ഹെൽപ്ഡ് വിത്ത് അഡ്വർടൈസ്മെൻറ്റ്. സെക്കൻഡ്, increase the rate of turnover of stock, that is demand creation. ഡിമാൻഡ് ക്രിയേഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും. ചില പ്രൊഡക്റ്റുകൾ ആ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴായിരിക്കും ആൾക്കാർ വാങ്ങണം എന്ന് തോന്നുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് സ്കൂൾ ബാഗ്സിൻ്റെ ഒരു ട്രെൻഡ് വന്നിരുന്നപ്പോൾ സ്കൂബി ഡേ എന്ന ബാഗ്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ബിക്കോസ് അതിൻ്റെ പരസ്യത്തിൻ്റെ എഫക്റ്റ് ആയിരുന്നു കുട്ടികളിലേക്ക് വന്നത്. സ്കൂബിയുടെ ഒരു പരസ്യത്തിൻ്റെ എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? എല്ലാവരും ആ ഒരു ബ്രാൻഡിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം സ്റ്റോക്ക് പിന്നെയും റീപ്ലനിഷ് ചെയ്ത് പോകും. സ്റ്റോക്ക് തീർന്നു പോകും. അപ്പോൾ പുതിയ സ്റ്റോക്ക് വെച്ചുകൊണ്ടിരിക്കാൻ, ടേൺ ഓവർ കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ടേൺ ഓവർ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോക്ക് റീപ്ലനിഷ് ചെയ്ത് വരും. അത് ഒരു മെറിറ്റാണ് ടു ദ മിഡിൽ മാൻ. തേർഡ്, സപ്പോർട്ട്സ് സെല്ലിംഗ് ആക്ടിവിറ്റീസ്. സെല്ലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം നമുക്ക് പല രീതിയിലുള്ള സെല്ലിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ജസ്റ്റ് സാധനം വിറ്റ് പോവുക മാത്രമല്ല, നമ്മൾ അതിന് വേണ്ടി പല രീതിയിലുള്ള ഡിസ്കൗണ്ട്സും
ഓഫേഴ്സും റിബേറ്റ്സ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് ഈ അഡ്വർടൈസ്മെൻറ്റ്സും കൂടി ഇതിന് ബാക്കപ്പ് ആയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സെല്ലിംഗ് ആക്ടിവിറ്റീസിന് അതൊരു ഹെൽപ്പായിരിക്കും. നമുക്ക് വേഗം തന്നെ വിറ്റ് പോകാൻ പറ്റും. നമുക്ക് റിബേറ്റ്സ് ആണെങ്കിലും ഡിസ്കൗണ്ട്സ് ഒക്കെ ആണെങ്കിലും കൊടുക്കാനും ഒരു ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ അത് സെല്ലിംഗ് ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ദ മിഡിൽ മാൻ. ദെൻ എൻഷുവേഴ്സ് ദ എക്കണോമിക് സെല്ലിംഗ് റിഡ്യൂസ് സെല്ലിംഗ് കോസ്റ്റ്. ഒരുമിച്ച് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്തു ഇത്രയും ആൾക്കാരിലേക്ക് അഡ്വർടൈസ്മെൻറ്റിൽ കൂടെ തന്നെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ സെയിൽസ് പേഴ്സണെയോ മിഡിൽ മാനെയോ ഒന്നും ഇറക്കണ്ട. ഒരാൾ നിന്ന് ഈ പ്രൊഡക്റ്റ് എന്താണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇപ്പം മകനിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പോയി തന്നെ സെലക്ട് ചെയ്യുക. ഒരു സെയിൽസ് പേഴ്സൺ നമുക്ക് പ്രൊഡക്ട്സ് എടുത്തു തരികയല്ല. അപ്പോൾ അവിടെ തന്നെ അത്രയും ആൾക്കാരെ നമുക്ക് അത്രയും എംപ്ലോയീസിനെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ എക്കണോമിക് സെല്ലിംഗ് നടത്താം. കൂടുതൽ ചിലവില്ലാതെ തന്നെ സാധനങ്ങൾ വിൽക്കാം. അതിനെയാണ് എക്കണോമിക് സെല്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു ദ മിഡിൽ മാൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഗീവ്സ് ദം ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ തന്നെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലുണ്ടാവും. ഇല്ലേ, അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കും. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം മിഡിൽ മാൻ ഒരിക്കലും ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെന്നില്ല. മിഡിൽ മാൻ പറഞ്ഞു കൊടുക്കേണ്ടതുമില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്കും പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റിലൂടെ അവർക്ക് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ദേ നീഡ് നോട്ട് ഹാവ് മച്ച് നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ് for selling it to the customers, because advertisement will help them to understand the uses and the മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ മിഡിൽ മാനെ ഓട്ടോമാറ്റിക് നമുക്ക് കുറേ കുറയ്ക്കാനും പറ്റും ഇൻ കേസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പം മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് മിഡിൽ മാൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പ്രൊഡ്യൂസേഴ്സിന് കുറേ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ മിഡിൽ മാനിനും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദെൻ തേർഡ്, ഇറ്റ് ഈസ് മെറിറ്റ് ടു എ സെയിൽസ്മാൻ. സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് വിൽക്കുന്നത്, അവർക്കും കുറേ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ആണ് ഈസി ടു ഇൻട്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് ടു എ കൺസ്യൂമർ. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു കൺസ്യൂമറിനെ കാണിച്ചു കൊടുക്കാൻ സെയിൽസ് പേഴ്സണ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി സീൻ ദ അഡ്വർടൈസ്മെൻറ്റ് നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി സെയിൽസ് പേഴ്സൺ. അല്ല സെയിൽസ് പേഴ്സൺ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഫസ്റ്റ് ഇവിടെ മെറിറ്റ് ആയിട്ട് പറയുന്നത്. ഈസി ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദ കസ്റ്റമർ. സെക്കൻഡ്, പ്രിപ്പയർസ് നെസസറി ഗ്രൗണ്ട് ഫോർ പെർസ്വേഷൻ. നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി എന്തായാലും കസ്റ്റമേഴ്സിന് അറിയാം അഡ്വർടൈസ്മെൻറ്റിലൂടെ. ഇനി നമ്മൾ ജസ്റ്റ് പറയേണ്ടത് എന്താ, ഒരു ഡ്രൈവ് മാത്രം കൊടുത്താൽ മതി. ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഇങ്ങനെയാണ്, നിങ്ങൾക്കിത് നല്ലതായിരിക്കും, ഇത്രയും പറഞ്ഞാൽ മതി. കസ്റ്റമർ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങും ഇഫ് ദേ ആർ കൺവിൻസ്ഡ് വിത്ത് ദ അഡ്വർടൈസ്മെൻറ്റ് നല്ലതാണ്, അത് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു പുഷിലൂടെ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പെർസ്വേഷനിലൂടെ തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം. Then customer already assured of the quality and the price of the product. ചില അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ടാവും ഇപ്പം ISO സർട്ടിഫൈഡ് ആണോ BIS സർട്ടിഫൈഡ് ആണോ ഇതെല്ലാം പറയും. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒക്കെ ആണെങ്കിൽ BIS സർട്ടിഫൈഡ് ആണ് 91.6, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ക്ലാരിറ്റി ഗ്യാരണ്ടി എല്ലാം പറയുന്നുണ്ടാവും പരസ്യത്തിൽ തന്നെ. അപ്പോൾ ഒരിക്കലും ഒരു സെയിൽസ് പേഴ്സൺ ഒരു ഗോൾഡിൻ്റെ ഷോപ്പാണ്, ജ്വല്ലറി ആണെങ്കിൽ അവിടെയുള്ള ആൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ഇത് ഇത്രയും 916 ഗോൾഡാണ് അല്ലെങ്കിൽ BIS ഹോൾമാർക്കുള്ളതാണ്, ഇതൊന്നും പറയണ്ട. ബിക്കോസ് ദ കസ്റ്റമേഴ്സ് ഓൾറെഡി നോ അബൌട്ട് ദിസ്. അപ്പോൾ ക്വാളിറ്റിയും അതുപോലെ പ്രൈസും എത്രയാണ്, ഒരു ഗ്രാമിന് എത്ര വിലയാണ്, ഇതെല്ലാം അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പിന്നെയും അത് ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം കസ്റ്റമേഴ്സ് ആർ ഓൾറെഡി എൻഷുർഡ് അബൌട്ട് ദ ക്വാളിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ സം കേസസ്. And the fourth one is it helps in the evaluating the effectiveness of advertisement from the customers. സെയിൽസ്മാന് ഇതും കൂടെ മനസ്സിലാക്കാൻ പറ്റും എത്ര ആ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആയിരുന്നു. അപ്പം സെയിൽസ് പേഴ്സൺ ചോദിക്കും, നിങ്ങൾ ഈ ഒരു പരസ്യം കണ്ടിട്ടില്ലേ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടുണ്ട്, അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനും ഒരു സെയിൽസ് പേഴ്സണ് പറ്റും ത്രൂ ദീസ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ കസ്റ്റമർ നേരിട്ട് വരുന്ന സെയിൽസ് പേഴ്സൻ്റെ അടുത്താണ്, അപ്പോൾ അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു ഈ അഡ്വർടൈസ്മെൻറ്റ് എല്ലാവരിലേക്ക് എത്തിയോ, എങ്ങനെയാണ് അവർ അതിനെ കണ്ടിരിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ത്രൂ ദ അഡ്വർടൈസ്മെൻറ്റ്. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ടു മാനുഫാക്ചർ, മിഡിൽ മാൻ ആൻഡ് സെയിൽസ് പേഴ്സൺ. ഇനി ലാസ്റ്റ് ഒരു കൺസ്യൂമറിന് എന്തെല്ലാം മെറിറ്റ്സ് ആണ് വരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ്. ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്നുള്ള ഇൻഫർമേഷൻ, ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്ട്സ് ആസ് എ റിമൈൻഡർ. ഒരു റിമൈൻഡർ പോലെ എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ ഏത് കമ്പനിയുടെ വേണമെന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷേ ആ സമയത്തായിരിക്കും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. സോ ഓട്ടോമാറ്റിക്കലി വി വിൽ ഷിഫ്റ്റ് ടു ദാറ്റ്, അല്ലേ. ഒരു റിമൈൻഡർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട് അഡ്വർടൈസ്മെൻറ്റ്. തേർഡ്, കമ്പാരിസൺ ഈസ് ഈസിയർ.
രണ്ട് മൂന്ന് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ട് ഏറ്റവും നമുക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം ഇൻ കേസ് the advertisements. Then assurance of the quality and price. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ അതിൻ്റെ പ്രൈസും നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി എന്താണ് അതുപോലെ പ്രൈസ് എന്താണെന്ന് നമുക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ കാണുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു അഷ്വറൻസ് ഉണ്ടായിരിക്കും. അത് അഡ്വർടൈസ്മെൻ്റ് ആകുന്നതുകൊണ്ട് കൂടുതൽ കള്ളത്തരങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പം മാക്സിമം എറർ ഫ്രീ ആയിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സ്പെഷ്യൽ അട്രാക്ഷൻ. ചില കുട്ടികളുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് പിള്ളേർ പല പ്രൊഡക്ട്സും വാങ്ങുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ അട്രാക്ഷനായിട്ട് കൺസ്യൂമേഴ്സിന് പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് മനസ്സിലാക്കാനെല്ലാം അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവിങ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്. കൺസ്യൂമർ ആ പ്രൊഡക്റ്റ് കണ്ട് എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴാണ് ഓക്കെ ഞാനും ഇത് യൂസ് ചെയ്താലോ. ഇപ്പോൾ കാറിൻ്റെ ബൈക്കിൻ്റെയൊക്കെ പരസ്യങ്ങളൊക്കെ കാണുമ്പോഴാണ് എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്ന്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സേഫ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ചില പ്രൊഡക്റ്റുകളുടെ യൂസോ ഒന്നും നമുക്ക് അല്ലാതെ അറിയണ്ടാവില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിൽ അവർ കാണിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് ആണ് വേപ്പറൈസ്, നിങ്ങൾക്കറിയാം വേപ്പറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആവി കൊള്ളാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ അവരൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരുന്നു. ഒരു ഡെമോ പോലെ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു ഓഡിയോ വിഷ്വലിലൊക്കെ ഡെമോ പോലെ പ്രസൻറ്റ് ചെയ്യും. സോ നമ്മളത് സേഫായിട്ട് യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിക്കാം. ദെൻ റിമൂവ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. പല പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ പറയുന്നത് എന്താ, അഡ്വർടൈസ്മെൻറ്റിൽ അവർ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റും. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ. ഇപ്പം ഗോൾഡൊക്കെ തന്നെയാണെങ്കിൽ ചില ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ സംശയമായിരിക്കാം, BIS ഉണ്ടോ 916 ഉണ്ടോ, ഇതൊക്കെ ഡൗട്ടായിരിക്കാം. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിൽ അവരത് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഉറപ്പാണ് BIS ആണ്, 916 ആണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ റെഡ്യൂസസ് ദ റോൾ ഓഫ് മിഡിൽമാൻ. അവസാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ മിഡിൽമാൻ ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബിസിനസ് കൊണ്ടുവരാം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇവിടെ ഫീസിബിൾ ആയിരിക്കും. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കാം. ഇപ്പം നമ്മൾ ആമസോണിലൂടെയും ഇതിലൊക്കെ കാണുന്നത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പല പ്രൊഡക്ട്സും വാങ്ങാറുണ്ട്. അപ്പോൾ അവിടെ ഒരു മിഡിൽമാൻ ഇല്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിനും മിഡിൽമാൻ ആയിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്ന രണ്ട് ലോജിസ്റ്റിക്സ് ഏജൻസീസ് ഉണ്ട്. അവർ പോലും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് എത്തിക്കാൻ പറ്റും ത്രൂ ദ അഡ്വർടൈസ്മെൻറ്റ്. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ടു എ കൺസ്യൂമർ. അപ്പോൾ നമ്മൾ മെറിറ്റ്സ് ടു എ മാനുഫാക്ചർ, മിഡിൽമാൻ, സെയിൽസ് പേഴ്സൺ ആൻഡ് കൺസ്യൂമർ കണ്ടു. ഇനി മെറിറ്റ്സ് ടു എ സൊസൈറ്റി. ഒരു സൊസൈറ്റിക്ക് എന്താണ് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കസ്റ്റമറിന് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പല പരസ്യം കാണുമ്പോഴാണ് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വോണ്ട് ക്രിയേഷനും സാറ്റിസ്ഫാക്ഷനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അവൈലബിലിറ്റി ഓഫ് മീഡിയ അറ്റ് ചീപ്പ് റേറ്റ്സ്. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും ഒരു ന്യൂസ് പേപ്പറിന് 2-3 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ആ പേപ്പറിന് ഇത്രയും കോസ്റ്റ് കുറച്ച് കിട്ടുന്ന, ഇത്രയും ന്യൂസ് കവർ ചെയ്യുന്നുണ്ട്, ഇത്രയും കോസ്റ്റ് കുറച്ച് കിട്ടാനുള്ള കാരണം തന്നെ അഡ്വർടൈസ്മെൻറ്റ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ പലയിടത്തും അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഓരോ വേർഡ്സിനും ലൈൻസിനും അനുസരിച്ചാണ് ഓരോ പത്ര ഓഫീസുകളും അവർക്ക് ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള പത്രങ്ങളും അതുപോലെയുള്ള മീഡിയ, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എല്ലാം ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാനോ അല്ലെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങാനോ ഒന്നും ചാർജ് ഈടാക്കുന്നില്ലല്ലോ. അപ്പം അതിനൊക്കെ കാരണം അതിലൂടെ പല പരസ്യങ്ങളും പോകുന്നതുകൊണ്ടാണ്. ദെൻ ഇന്നൊവേഷൻ ആൻഡ് ക്രിയേഷൻ. ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡ് വേണം, ഇന്നൊവേറ്റീവ് മൈൻഡ് വേണം. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഓരോ ആൾക്കാരിലേക്ക് ഇൻബിൽറ്റ് ചെയ്യാൻ, യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് ദ യൂസസ് ആൻഡ് പ്രൊവൈഡ്സ് എ ഇൻഫർമേഷൻ. ആൾക്കാരിലെ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് അതുപോലെ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അഡ്വർടൈസ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ടു എ സൊസൈറ്റി. സൊസൈറ്റിക്ക് ഇതെങ്ങനെ യൂസ്ഫുൾ ആവുന്നു? എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, വോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ മീഡിയ ഇത്രയും ചീപ്പർ റേറ്റ് കിട്ടാൻ കാരണം അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇന്നൊവേഷൻ ആൻഡ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സപ്പോർട്ട് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ടീച്ചേഴ്സ് ഓർ എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് ദ യൂസ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ പറ്റും. സോ ദീസ് ആർ ദി
മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരുന്നു. സോ ഇന്ന് അസൈൻമെൻ്റ് ആയിട്ട് എഴുതേണ്ടത് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. അത് ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.